പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വഴിക്ക് കണ്ണേട്ടൻ ആ വഴിക്ക് രണ്ട് പേര് ഓരോ വഴിക്ക്. അപ്പോൾ ഇന്നുള്ള 5ാമത്തെ മാസത്തെ സ്കാനിങ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് പോകാൻ പറ്റില്ല കൂടെ. നാളെ പിന്നെ നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ കാണിക്കാം. നമ്മൾ സ്കാനിങ് ഒരു ദിവസം, അതുപോലെ തന്നെ ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേറെ ദിവസമായിട്ടാട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തന്നെയാണ് സ്കാനിങ്ങിന് പോയിട്ട് കണ്ണേട്ടൻ്റെ ഡ്യൂട്ടി കാര്യങ്ങളായിട്ട് തിരക്കായിരുന്നു. പിന്നെ നമ്മളന്ന് വൈകിട്ട് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെയാണ് നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടേഷൻ വരുന്നത്. അല്ലേ? രണ്ടാമത്തെ. അതെ, ഇന്ന് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഇന്നലെ നമ്മൾ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് എടുക്കാൻ അതെ, അതാണ് അടുത്ത കാര്യം. നമ്മൾ പെട്ടെന്ന് നാട്ടിലേക്ക് അതും വന്നിട്ടോ മൂക്കുത്തിയുടെ വീഡിയോ ചെയ്യാൻ എന്തോ പറഞ്ഞിട്ട്. പക്ഷെ നമ്മുടെ വീഡിയോ ക്ലിപ്പില്ലേ, ഇത് ഒരെണ്ണം ഞാൻ +1 +2 ആ ടൈമിൽ കുത്തിയതാ. ഇത് ഞാൻ ഇപ്പൊ കുത്തിയതാ അല്ലേ. പക്ഷെ അതിന്റെ നമുക്ക് വീഡിയോ ക്ലിപ്പ് ചെയ്യാം. പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം അല്ലേ. എന്തായാലും ഇന്നത്തെ നമ്മൾ വീഡിയോസ് കാണിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഇവിടെ റീച്ച് ചെയ്തിരിക്കും. അത് ലൈറ്റിന്റെ കുഴപ്പാ. ഞാൻ വരുന്ന ക്ലിപ്സ് നമുക്ക് എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫസ്റ്റ് എന്താ ഡോക്ടറെ കൺസൾട്ട് സ്കാനിങ് ഓൾറെഡി കഴിഞ്ഞു. അത് കാരണം നമ്മൾ റിസൾട്ട് പറയുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഡോക്ടറെയൊക്കെ കൺസൾട്ട് ചെയ്തു. സാറ്റർഡേ കാരണം നല്ല തിരക്കായിരുന്നു. അത് കാരണം നമുക്ക് ഇവിടെ ഉള്ളിലത്തെ വീഡിയോ ക്ലിപ്സ് ഒന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എല്ലാം നോർമലാണ് ഇതുവരെ. ദൈവം സഹായിച്ചു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും നിങ്ങളുടെയും പ്രാർത്ഥന കാരണം അല്ലേ. നമ്മളുടെ അടുത്ത് കുറേ പേര് തന്നെ ചോദിക്കുന്നുണ്ട് എത്ര മന്തായി. അപ്പോൾ നമ്മളിപ്പോൾ 5 months ആയിരിക്കുക. 20 weeks and 1 day കഴിഞ്ഞു. ഇവിടെ പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ വീട്ടിൽ കയറാൻ നിൽക്കുകയാണ്. നമ്മൾ മെഡിസിൻസ് ഒക്കെ അവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് തിരിച്ച് സേഫായി വീട്ടിൽ പോകാൻ നിൽക്കാം കേട്ടോ. പിന്നെ ഭയങ്കര വെയിലുണ്ടായിരുന്നു. നമ്മൾ ഒരു ഏകദേശം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്, 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോൾ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ വീട്ടിൽ ചെന്നിട്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ വീടെത്തി. നമ്മളിപ്പോൾ ജസ്റ്റ് വന്ന് കയറിയുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ വന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്കാനിങ് ആദ്യം പറയട്ടെ, സ്കാനിങ്ങിലെല്ലാം നോർമലാണ്. അതെ, സന്തോഷം. അത് എല്ലാവരുടെ പ്രാർത്ഥനയും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവണം. നമ്മുടെ ഡെലിവറി കഴിഞ്ഞിട്ടും നമുക്ക് എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം. ഇതുവരെ ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലാണ്. എൻ്റെ വെയിറ്റ് ഞാൻ ഗെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ബേബിക്ക് ഇപ്പം നോർമൽ വെയിറ്റ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇനി നമുക്ക് 7 monthsലാണ് ബേബി ഗ്രോത്തിന്റെ സംഭവങ്ങളൊക്കെ. അതെ, ഇനിയിപ്പോ 7th month ഒരു സ്കാനിംഗ് കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മള് ചെക്കപ്പും റെഗുലർ ചെക്കപ്സും അതും ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് നമ്മൾ പ്രഗ്നന്റ് ലേഡീസ് കൂടുതലും 5 months തൊട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് ഡോക്ടർ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ മൂവ്മെന്റ്സ്, അതാണ് ഈ നമ്മളുടെ അടുത്ത് കൂടുതലും ചോദിക്കുക. അതാണ് നമ്മളുടെ അടുത്ത് ചോദിക്കുക എത്രത്തോളം മൂവ്മെന്റ്സ് ഉണ്ടായി എന്നുള്ളത്. അപ്പൊ അത് നമ്മള് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ഇൻസൈഡ് മൂവ്മെന്റ് നമ്മൾ അറിയുന്നുണ്ട് കാര്യങ്ങള്. പിന്നെ അങ്ങനെ ബേസിക്കലി ഇപ്പൊ നമ്മൾ പറയേണ്ട കാര്യമില്ല, കാരണം എന്ന് വെച്ചാൽ ഓരോ ഫാമിലിക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളൊക്കെ. ഞാൻ ഈ 19 weeks ആണ് കേട്ടോ മൂവ്മെന്റ്സ് അറിയാൻ തുടങ്ങിയത്. ഫസ്റ്റ് അമ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവ്മെന്റ്സ് അറിയാൻ തുടങ്ങും എന്നുള്ളത്. പിന്നീടാണ് ശ്രദ്ധിക്കുക തുടങ്ങിയത്. ഫസ്റ്റ് പ്രഗ്നൻസി ആവുന്ന കാരണം നമ്മൾക്ക് പെട്ടെന്ന് കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ ഒരു ചെറിയൊരു മൂവ്മെന്റ്സ് അതെ. ഇന്ന് നമ്മൾ ഹാർട്ട് ബീറ്റ്സ് ഒക്കെ കേട്ടു, കണ്ണേറ്റിനും കേട്ടു. അപ്പോൾ അങ്ങനെ എല്ലാവരും ശ്രദ്ധിക്കുക കാര്യങ്ങൾ. നമ്മൾ ഹാപ്പിയാണ്, ടെസ്റ്റ് റിസൾട്ട് കാര്യങ്ങളെല്ലാം നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുക ഏത് ടൈമിലും. അതാണ് കൂടുതൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുക. ഞാൻ ഇപ്പോഴത്തൊട്ടാണ്. പിന്നെ അതുപോലെ മൂക്കുത്തിയുടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ വീഡിയോ ചെയ്യും. അത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചെയ്തതാണ്. പക്ഷെ കുറച്ചായിട്ട് ഇവർ താല്പര്യം ഉണ്ടായിരുന്നു നമുക്ക് ചെയ്യണമെന്ന്. കൂടുതൽ കണ്ണേറ്റനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുത്താം. പിന്നെ ഞാനും ഓക്കെ
ഓക്കെ. അപ്പോൾ പിന്നെന്താ, അപ്പോൾ എല്ലാവരും ഇതിൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറയാം കേട്ടോ. പക്ഷെ വീഡിയോ ക്ലിപ്സ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ അടുത്ത്, വീഡിയോ ക്ലിപ്സ് ഇല്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയാം. അങ്ങനെ എന്തായാലും അപ്പോൾ ഞങ്ങൾ വീട്ടിലുള്ളിൽ കയറട്ടെ. അപ്പോൾ എല്ലാവരും കറക്റ്റ്, ഈ പ്രഗ്നൻറ്റ് ലേഡീസ് എല്ലാവരും കറക്റ്റായിട്ട് ഫുഡ് കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുക. പിന്നെ ഡോക്ടർ പറയുന്നത് കൂടുതലും ഫോളോ ചെയ്യുക. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാറ്. ബൈ. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരാണ്, നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഇടിച്ച് തകർക്കുക. ബൈ ബൈ.